ലിസി ഹോസ്പിറ്റലിൽ 3 ആൻജിയോപ്ലാസ്റ്റിയും ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞ രോഗിയുടെ അനുഭവം. എറണാകുളം ലിസി ആശുപത്രിയിൽ 3 തവണ ആൻജിയോപ്ലാസ്റ്റിയും 1 തവണ ബൈപ്പാസ് സർജറിയും നടത്തിയ മാനാട്ടുപറമ്പ് വൈപ്പിൻകര സ്വദേശിയായ ഗ്ലോഡി പീറ്ററിന്റെ വാക്കുകൾ കേൾക്കുക. ആശുപത്രിയുടെ ചികിത്സാ പിഴവ് എന്നതിലുപരി ആശുപത്രി അധികൃതരും ഡോക്ടർമാരും രോഗികളും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്തരം വാർത്തകൾ നൽകുന്നത്. ഞങ്ങളെ വിളിക്കുന്ന രോഗികളുടെ കോളുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 3ഉം 4ഉം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ, അതിനോടൊപ്പം ബൈപ്പാസ് സർജറിയും കഴിഞ്ഞ രോഗികൾക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഹൃദ്രോഗബാധയുണ്ടായത് എന്ന്, എങ്ങനെയാണ് രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്ന്. പലരുടെയും ധാരണ 1 തവണ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ നടത്തി കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം പേടിക്കേണ്ട, പിന്നീട് ഒരിക്കലും ഹൃദയാഘാതം ഉണ്ടാകില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റായ ജീവിതശൈലികൾ തുടരുകയും ചെയ്യും. രോഗികളുടെ ഈ അജ്ഞത പല ഡോക്ടർമാരും മാറ്റിക്കൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റായ ജീവിതശൈലി തുടരുന്നു, പിന്നെയും ഹൃദയാഘാതം ഉണ്ടാകുന്നു, ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിനും വിധേയരാകുന്നു, ചിലർ മരണപ്പെടുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി എന്ന്. രോഗികളെ ബില്ലിങ്ങും ഇൻസെന്റീവും കൂട്ടുവാനുള്ള വെറും ഉപാധിയായി കാണാതെ അവരും മനുഷ്യരാണ്, നാളെ നമ്മളും നമ്മുടെ വീട്ടിലുള്ളവർക്കും ഇതുപോലൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ബോധം ഡോക്ടർമാർക്കും ആശുപത്രി മാനേജ്മെന്റിനും ഉണ്ടാവണം. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധരെല്ലാം ഹൃദയാഘാതം വന്നാണ് മരിച്ചിട്ടുള്ളത് എന്ന് മറക്കരുത്. ഏത് മേഖലയിലാണെങ്കിലും ചൂഷണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അവബോധം ആവശ്യമാണ്. അറിവില്ലെങ്കിൽ എവിടെയും നാം ചൂഷണം ചെയ്യപ്പെടും. അത് ആരോഗ്യരംഗമാണെങ്കിലും ശരി, ആത്മീയരംഗമാണെങ്കിലും ശരി. നിങ്ങൾ കൺസൾട്ടേഷന് പോകുന്ന ഡോക്ടർമാർ പറഞ്ഞു തന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ രോഗം വരുവാനുള്ള കാരണം എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എന്താണ്, വരാതിരിക്കുവാൻ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്, വിവിധ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചെലവ് എത്രയാണ് എന്നൊക്കെ മിനിമം അറിഞ്ഞിരിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുമുണ്ട്, അഭിപ്രായമുണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ അറിവ് നമുക്ക് ഉണ്ടാകില്ല. അത് ഉണ്ടാക്കുവാനും ശ്രമിക്കില്ല. പിന്നീട് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി ഗ്ലോഡി പീറ്ററിന്റെ വാക്കുകൾ കേൾക്കുക. ഞാനിപ്പോ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും സാറിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണ്. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ഇവിടെ മാനാട്ടുപറമ്പിൽ നിന്ന്, വൈപ്പിൻകര. എന്റെ പേര് ഗ്ലോഡി പീറ്റർ. എനിക്ക് അവിടെ ബൈപ്പാസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം 7-ാം മാസമാണ് എനിക്ക് ബൈപ്പാസ് ചെയ്തതേ. എവിടെ? ലിസി ഹോസ്പിറ്റലില്. കഴിഞ്ഞ വർഷം 7-ാം മാസം ബൈപ്പാസ് ചെയ്തിട്ട് ഈ വർഷം 5-ാം മാസം ആയപ്പോഴേക്കും എനിക്ക് പിന്നെയും ബ്ലോക്കായി, 4 ബ്ലോക്ക്. ബൈപ്പാസ് സർജറി, ഓപ്പൺ സർജറി ചെയ്തിട്ടാണ്. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയണത് അത് വെയിൻ ഡാമേജ് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എന്റെ സർജറി വിജയിക്കാഞ്ഞെന്ന്. വെച്ചേക്കണ വെയിനിൽ പോലും ബ്ലോക്ക്, വെച്ചേക്കണ വെയിനിൽ പോലും ബ്ലോക്ക്. ചെയ്തത് മറ്റേ രംഗനാഥ് ജേക്കബ് ഡോക്ടറായിരുന്നു മെയിനായിട്ട് കാണിച്ചിരുന്നത്. ഇത് ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത്? ലിസി തന്നെ. അതിന് 2012-ലും 2018-ലും എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാ. അതിനുശേഷം കഴിഞ്ഞ വർഷം 3-ാം മാസമായപ്പോഴേക്കും എനിക്ക് ഒരു അറ്റാക്ക് വന്നിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു വെയിൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു 2-3 മാസത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞതാണ്. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ് വെയിൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ചെയ്യാന്നും പറഞ്ഞിട്ട് ചെയ്തതാ. എന്നിട്ട് ചെയ്ത് വിജയിക്കാതെ ആയപ്പോഴേക്കും പറഞ്ഞു വെയിൻ ഡാമേജ് ആയിരുന്നു, അതുകൊണ്ടാണെന്ന്. ഈ ആൻജിയോപ്ലാസ്റ്റി 2 തവണ എവിടാ ചെയ്തത്? 3 പ്രാവശ്യം ചെയ്തല്ല. അറ്റാക്ക് വന്നപ്പോഴും ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത്. അങ്ങനെ 3 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, പിന്നീട് ബൈപ്പാസും ചെയ്തു. ഇത് 3ഉം ഇവിടെ തന്നെ ആയിരുന്നോ? ലിസിയിലായിരുന്നോ? എല്ലാം അവിടെ തന്നെ. ആദ്യമേ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആരാ? ആദ്യം കാണിച്ചിരുന്നത് ജേക്കബ് ജോസഫ്. അന്ന് തുടങ്ങി ഇന്ന് വരെയും ജേക്കബ് ജോസഫാണ് കാണിക്കുന്നത്. അദ്ദേഹം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആണോ അതോ കാർഡിയാക് സർജൻ ആണോ? ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യണ പുള്ളിയാണ്. ബൈപ്പാസ് സർജറി ചെയ്തത് ആരാ? മറ്റേ രംഗനാഥ്. ഡോക്ടർ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? എന്താണ് താങ്കളുടെ ഈ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ എന്താ അവസ്ഥ? പറഞ്ഞത് ഇനിയും അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നാ പറയണ. വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നോ? വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന്. ബൈപ്പാസ് ചെയ്ത വെയിനില് വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന്. അത് 2,60,60,000 രൂപ
കൊണ്ടുപോകാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ദേ എൻ്റെ അടുത്ത് അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലുണ്ട്. എന്നിട്ടില്ലേ ഞാനിപ്പോ ചെയ്യുന്നത് വേറൊരു ട്രീറ്റ്മെന്റ് ആണ്. അത് കാരണം ഈ 5-ാം മാസം തുടങ്ങി ചെയ്യുന്നത് കീലേഷൻ ഇല്ലേ, കീലേഷൻ. ഈ മരുന്നും കഴിക്കണം. മറ്റേ ഡോക്ടറിന്റെ ചെറിയാൻ ആശ്രമം ഇല്ലേ, ചെറിയാൻ ആശ്രമം മണ്ണാർക്കാട്. അല്ലാതെ ഇവിടെ ഈ 2 ലക്ഷം രൂപ പിന്നെയും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് ബൈപ്പാസ് സർജറി ചെയ്തത് തന്നെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ്. ഇത് ബൈപ്പാസ് ചെയ്തത് തന്നെ. ഇപ്പോഴും ഈ കീലേഷൻ ട്രീറ്റ്മെന്റും ചെയ്യണത് ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ്. അപ്പൊ പിന്നെ ഈ 2.5 ലക്ഷം രൂപ കൊണ്ട് ഇനിയും ഒരു പരീക്ഷണത്തിനും മുതിരാൻ പറ്റുമോ നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി? അങ്ങയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് മൂത്ത മകൻ സെമിനാരിയിലാണ്, ഡീക്കനാണ്. മൂത്ത മകൻ. ഇളയ മകൻ ഒരു ചെറിയൊരു വർക്കൊക്കെ ആയിട്ട് നടക്കണാണ്. പക്ഷെ ഒന്നും സെറ്റ് ആയിട്ടില്ല. ദുബായിലാണ് മാത്രം 3 കമ്പനിയായി മാറി കയറി നടക്കണത്. നിങ്ങൾ ഏത് സഭയിലാണ്? ഞങ്ങൾ ലത്തീൻ. നിങ്ങളുടെ സഭയുടെ തന്നെയാണോ ലിസി ഹോസ്പിറ്റല്? അല്ല, സിറിയൻസ് ആണ്. എന്നിട്ട് ഇതുപോലെ പറഞ്ഞില്ലേ, എനിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ? അവരെന്തെങ്കിലും സഹായം ചെയ്തോ? ഇല്ല, അവരൊന്നും ചെയ്തില്ലല്ലോ. അവരൊന്നും ചെയ്തില്ല. അവര് പിന്നെയും പൈസ കൊണ്ടുപോയില്ലാണ് പറഞ്ഞത്. എന്ത് പറയാനാണ്, എല്ലാം ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. താങ്കളുടെ ഈ ഇതിന് ശേഷം, ഈ അറ്റാക്ക് വന്നതിന് ശേഷം ഭക്ഷണ ക്രമീകരണങ്ങളും ജീവിതശൈലിയൊക്കെ എങ്ങനെയായിരുന്നു? ശ്രദ്ധിച്ചായിരുന്നോ പോയത്? എനിക്ക് നേരത്തെ തുടങ്ങി പമ്പിങ് ഇത്തിരി കുറവായിരുന്നു. 55 ഉണ്ടായിരുന്നുള്ളൂ. ഹാർട്ട് ബീറ്റില്ലേ 55 ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ അപ്പോഴും വേറെ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പമ്പിങ് കുറവായതുകൊണ്ട് ബ്ലഡിലെ കൊഴുപ്പൊന്നും തള്ളിപ്പോണില്ലെന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഈ പമ്പിങ് കുറയാൻ കാരണം എന്താണെന്നുള്ളത് നോക്കാൻ പാടില്ലെന്ന് വെച്ചപ്പോ അതൊക്കെ മരുന്ന് കഴിക്കുക, അപ്പോഴേക്കും അതൊക്കെ നോക്കി വരുമ്പോഴേക്കും ദിവസം കുറെ പിടിക്കുമെന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുക, അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മരുന്ന് കഴിച്ചോണ്ടിരുന്ന വെച്ചത്. ഈ ആശുപത്രിയിലെ സമീപനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അത് സ്മൂത്തായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അത് കണ്ടിട്ടാണ് വിളിക്കുന്നത് സാറിന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.